പ്രിയ കുഞ്ഞുമക്കളെ, നമ്മളെല്ലാവരും വിതക്കാരൻ്റെ ഉമ്മ കേട്ടിട്ടില്ലേ? വിതക്കാരൻ വയലിൽ വിതച്ച വിത്തിന് എന്താണ് സംഭവിച്ചത്? ചില വിത്തുകൾ മുള്ളുകളുടെ ഇടയിൽ വീണു. മുള്ളുകൾ വളർന്നപ്പോൾ അവയെ ഞെരുക്കിക്കളഞ്ഞു. ചില വിത്തുകൾ പാറപ്പുറത്ത് വീണു. മണ്ണില്ലാതിരുന്നതുകൊണ്ട് അതിന് വളരാൻ സാധിച്ചില്ല. ചില വിത്തുകൾ പക്ഷികൾ കൊത്തിക്കൊണ്ടുപോയി. എന്നാൽ നല്ല നിലത്ത് വീണവയോ 30ഉം 60ഉം 100ഉം മേനി വിളവ് പുറപ്പെടുവിച്ചു. ഇവിടെ നമ്മുടെ മനസ്സാണ് വയൽ, ഈശോയാണ് വിതക്കാരൻ. വചനം പഠിക്കുമ്പോൾ ഈശോ നമ്മുടെ ഹൃദയത്തിൽ വചനം വിതയ്ക്കുകയാണ്. ഒരു വിത്ത് കുഴിച്ചിട്ടാൽ അതിന് മഴയും വളവും ഒക്കെ കിട്ടണം, അല്ലേ? അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ട വിത്തിനെ നാം പരിപാലിക്കണം. വചനം നാം കണ്ണും പൊട്ടി വിശ്വസിക്കണം, കാണാതെ പഠിക്കണം, പഠിച്ചത് പറഞ്ഞുകൊണ്ട് നടക്കണം. അതായത് നാവുകൊണ്ട് ഏറ്റു പറയണം. അപ്പോൾ നാം എന്താണോ വചനത്തിലൂടെ പറഞ്ഞത് അത് അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇപ്പോൾ നമ്മൾ 3 വചനം പഠിച്ചു കഴിഞ്ഞു, അല്ലേ? അത് നമുക്ക് ഓർത്തെടുക്കാം. യോഹന്നാൻ 14:26 എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. സുഭാഷിതങ്ങൾ 9:10 ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം. സങ്കീർത്തനങ്ങൾ 23:1 കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. ഇത് 3 നിങ്ങൾ പഠിച്ചു കഴിഞ്ഞല്ലോ, അല്ലേ? ഇനി ഇന്നത്തെ വചനം പഠിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. മോശയും ഇസ്രായേൽക്കാരും ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് ചെങ്കടലിനടുത്തെത്തിയപ്പോൾ പുറകെ വന്ന ഫറവോയ്ക്കും ചെങ്കടലിനും മധ്യേ അവർ ഒരു പ്രതിസന്ധി ഘട്ടത്തിലായ കഥ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ. ആ സമയത്ത് ചെങ്കടൽ പിളർന്ന് അവരെ രക്ഷിച്ച അതേ ദൈവം തന്നെയാണ് ഇന്നും നമ്മോട് കൂടെ ഉള്ളത്. ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും അവിടെ ഒരു വഴി തെളിച്ച് നമ്മെ നയിക്കാൻ ദൈവത്തിന് കഴിയും. നമുക്ക് ഈ വചനം 3 പ്രാവശ്യം ഏറ്റുപറയാം. പുറപ്പാട് 14:14 കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. പുറപ്പാട് 14:14 കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. പുറപ്പാട് 14:14 കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഇനി ഈ വചനഭാഗം 4 എന്ന് നമ്പറിട്ട് ബുക്കിലേക്ക് എഴുതുക. അടുത്ത വചനവുമായിട്ട് നാളെ കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.